സോ ഗൈസ്, എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ തൊപ്പി വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പം ഷമീറും ഈ മമ്മുവും അതുപോലെ തന്നെ ജാസിയും ഇവരൊക്കെ കൂടിയിട്ട് ഇന്നലെ രാത്രി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലൈവ് കണ്ടൊരു വ്യക്തിയാണ്. ഭയങ്കര ലാഗാണ്. ഷമീറിനോടാണ് പൊതുവേ ഉണ്ടല്ലോ. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ലൈവ് ഇടുന്ന സമയത്ത് ആൾക്കാരുടെ അത്രയും സമയം ഈ കമന്റ് ഒന്നും വായിക്കാൻ നിൽക്കണ്ട. ലൈവിൽ വരുന്ന മെസ്സേജ് ഒന്നും വായിച്ചിട്ടേ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇനിയിപ്പം നിഹാദ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിൽ ഒതുങ്ങുന്ന ഒരു ലൈവാക്കി തീർക്കണം കേട്ടോ. നിങ്ങളുടെ ഈ നാടകത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേരുടെ സമയം വെറുതെ പോകുന്നുണ്ട്. ഈ കമന്റേ വായിക്കണ്ട, ലൈവ് വരാം, പറയാനുള്ള കാര്യങ്ങൾ പറയാം, പോവാം. ഓക്കെ, ഇപ്പൊ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം, വീഡിയോ കൊണ്ടാണ് അങ്ങനെ തന്നെ പോയി അരമണിക്കൂർ. നീ ആ വീഡിയോ തപ്പുമ്പോൾ തന്നെ അരമണിക്കൂർ പോയി. അപ്പൊ എന്താക്കണം, നിങ്ങൾ നല്ലോണം ഒന്ന് ഹോംവർക്ക് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ഓരോ സെക്ഷൻ വൈസ് ആദ്യം ഏതാണ് ചെറിയ വെടി ആദ്യം, അതിനേക്കാൾ കുറച്ച് വലിയ വെടി, അത് കഴിഞ്ഞിട്ട് പിന്നൊരു വെടി, പിന്നെ ബോംബ്, അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളുടെ ഓഡിയൻസിനും കൂടെ കുറച്ച് കൺവീനിയന്റ് ആയിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് ഒരുപാട് സമയം നഷ്ടമാണ് ആൾക്കാരുടെ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ഷമീറിന്റെ ടീമാണെങ്കിലും തൊപ്പിയാണെന്നുണ്ടെങ്കിലും ആംബ്രോയോ അവരാണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും കേട്ടോ, ഭയങ്കര ലാഗ് ആക്കുമ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം ഇതിപ്പോ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങള് രണ്ട് ടീമും മണ്ടന്മാരാണ്. നിങ്ങള് മണ്ടന്മാർ. എഡ്യൂക്കേഷന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വിവരം കൂടിയതിന്റെ ആണോ, അല്ലെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടിയതിൻ്റെതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം ഈ വീഡിയോ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. കേരള പോലീസ് എന്ത് മുണുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. നിങ്ങള് നാട്ടിലെ അല്ലാത്ത തൂഫാനും തുമ്മാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നതും ന്യൂസിൽ വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇവർ ഇത്രയും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇതുപോലുള്ള സോഷ്യൽ ഏരിയയിൽ വന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞങ്ങൾ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മെത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്നിവർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തൊപ്പീനെയും ഈ തൊപ്പീന്റെ കുറെ വാലുതാങ്ങികളെയും ഇവർ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവർ തന്നെ സമ്മതിച്ചു. ഇനി നിങ്ങൾക്ക് അത് അന്വേഷിക്കേണ്ട. കേരള പോലീസിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവരെ അന്വേഷണം. ഇനി നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവര് തന്നെ വന്നിരുന്ന് പറയുകയാണ്, ഞാൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, തൊപ്പി ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കൂട്ടത്തോടെ ഡ്രഗ് യൂസ് ചെയ്ത്. നിങ്ങൾ ഉറങ്ങുകയാണോ നിങ്ങള്? ഇവരെവിടെയാണ്? കൊച്ചി ഭാഗത്തോ എവിടെയാണ് ഇവർ താമസിക്കുന്നത്? കൊച്ചി ഭാഗത്തുള്ള പോലീസ് ഓഫീസേഴ്സിനോടാണ്. ഉറങ്ങുകയാണോ നിങ്ങള്? പിന്നെ ഇത് എന്തോ ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോ എന്താണ് ഈ ഓപ്പറേഷൻ തൂഫാൻ? ഒരാൾ വന്നിരുന്ന് സമ്മതിക്കുകയാണ് ഞങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്, എന്നിട്ടും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ 4 മാസ് BGM കയറ്റി വീഡിയോ അപ്ലോഡ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ, ഞങ്ങളും ഷെയർ ചെയ്യാം അത്. ഇനി ബാക്ക് ടു ദ ടോപ്പിക്. നിങ്ങളുടെ ഡ്രഗ് യൂസും നിങ്ങളുടെ കലാപരിപാടികളും തൊപ്പിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് തൊപ്പീന്റെ റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ മദ്യക്കുപ്പികളും അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഡ്രഗ്സും ഒക്കെ കാണിക്കുന്നു. ഇവര് രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുപാട് പേര് കാറിൽ യാത്ര ചെയ്യാറുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും ഇത് നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഫാമിലി ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്, നമ്മൾ ഇരുന്ന് സംസാരിക്കാറുണ്ട്, നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ ഇരിക്കില്ല. നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നേയില്ല. ഓക്കെ, അപ്പം ഈ ടീമുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് എന്തിനാണ് ഇവരുടെ തന്നെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഇവര് വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചത്? ചിലപ്പം ഇതിനു മുന്നേ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഈ നിഹാദോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, നിന്റെ ചോദിച്ചിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും ഇവര് തെളിവുണ്ടാക്കാൻ നടന്നത്. വീട്ടിനുള്ളിലുള്ള തെളിവ്, കാറിനുള്ളിലുള്ള തെളിവ്, എല്ലാ തെളിവുകളും ഇവരുണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു ഇൻസിഡന്റിന് ശേഷമായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ. അല്ലാത്ത പക്ഷം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഫ്രണ്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിരിക്കുവോ? ഒരിക്കലുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് തന്നെ വിളിക്കാം, കാരണം മുടിയൊക്കെ വെട്ടി നിഹാദ് ആയതാണല്ലോ. നിഹാദ് 18 വയസ്സിന് താഴെയുള്ള കേരള പോലീസ്
ഉടനീളമുള്ള വനിതകളെ സപ്പോർട്ട് ചെയ്യുന്ന, വനിതകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ എല്ലാവരും കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെയുള്ള സെക്ഷൻസിൽ പരിചയം ഉണ്ടെങ്കിൽ അവരെ ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്റെ വീഡിയോ അയച്ചു കൊടുക്കുക. ഈ നിഹാദ് എന്ന് പറയുന്ന വ്യക്തി ലക്ഷദ്വീപിലെങ്ങാനുള്ള 18 വയസ്സ് പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. അത് തെറ്റല്ലേ? ക്രൈമല്ലേ? 18 വയസ്സിന് താഴെയുള്ള കുട്ടീനെ ലൈംഗികമായി ഉപയോഗിച്ചത് എന്താ അത്? ഇത് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇത്ര ഏർണിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നാന്നോ? 18 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞത് ഓക്കെ അല്ല എന്നാണ് നിയമപ്രകാരം. അത് ഓക്കെ അല്ല, മൈനർ ആണല്ലോ കുട്ടി. അപ്പൊ നിഹാദെ, നീ ഇനി പുറം ലോകം എപ്പോഴാ കാണുവാ നിഹാദെ? ഈ പൈസ കൊടുത്ത് ഒതുക്കൂ. നീ പൈസ കൊടുത്ത് ഒതുക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വന്നൊരു കാര്യമാണ്. ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ സാധാരണക്കാരന് ഒരു നിയമം, പൈസക്കാരന് വേറൊരു നിയമം, അങ്ങനെ പറ്റില്ല. ചൈൽഡ് ലൈനിനോടാണ്, കേരള പോലീസിനോടാണ്. ഏത്? അത്. അപ്പം മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചിരിക്കുകയാണ് ആര്? നിഹാദ്. വീണ്ടും ഒരു ക്രൈം, ഡ്രഗ് ഒരു ക്രൈം. ഓ മൈ ഗോഡ്, ക്രൈമോട് ക്രൈം. ഇനി നീ എവിടെ ഇരുന്ന് ജയിലിൽ ഇരുന്നാണോ ഇനി നിഹാദ് ലൈവ് ഇടാൻ പോകുന്നേ? ഈവൻ ചിലപ്പോ എന്റെ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും നിഹാദ് നാട് വിട്ടിട്ടുണ്ടാവും കേട്ടോ. ഒരു രാജ്യം വിട്ടിട്ടുണ്ടാവും. ഓന് 2-3 മാസം കഴിഞ്ഞ് ചിലപ്പോ പൊങ്ങും. അവനറിയാലോ നമ്മളെ കേരള പോലീസിന്റെ കഴിവ്. കാരണം കേരള പോലീസ് പറയും നിഹാദ് നാട്ടിലില്ല, ഞങ്ങൾ അന്വേഷിച്ചു, നിഹാദ് നാട്ടിലില്ല, നിഹാദ് ഉഗാണ്ടയുടെ അപ്പുറത്തുള്ള ഒരു ഗാണ്ഡത്തിലാണെന്ന് പറയും. കണ്ടോ നിങ്ങള്? എനിക്ക് അങ്ങനെ തെറ്റാറില്ല എനിക്ക്. കേരള പോലീസ്, നിങ്ങൾ ഇതൊക്കെ ഒരു അപമാനമായി ഏറ്റെടുക്കണം കേട്ടോ. നിങ്ങളൊരു കളിയാക്കലായിട്ട് ഇതൊന്ന് ഏറ്റെടുത്തിട്ട് ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇടണം. പിന്നെ ഒരു കാര്യം, നിഹാദിനെ മാത്രമല്ല ഇവന്റെ അപ്പുറമുള്ള കുറെ കുട്ടികളെയും കൂടിയിട്ടാണ് പറയുന്നത്. കുട്ടികളെയും ഇവരെ ഈ ഷമീറും പിന്നെ മമ്മുവും മറ്റേ ജാസിയും എല്ലാരെയും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഏത് യൂണിവേഴ്സിലാണോ നീയെല്ലാം ജീവിക്കുന്നേ? പിന്നെ തൊപ്പിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് പോലും. ഓളം ഉപയോഗിക്കുന്നുണ്ട് പോലും. നന്ദന എന്നാണ് തോന്നുന്നു ആ കുട്ടീന്റെ പേര്. ഇതിന് മുന്നേ ഉള്ള ആളുടെ എല്ലാം തോന്നുന്നു. കാരണം ഫസ്മിനാന്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഈ ചെക്കൻ കാണിക്കുന്നുണ്ട്. ഞാനുള്ള സമയത്ത് ഡ്രഗ് യൂസ് ചെയ്തതും ഞാനുള്ള സമയത്തുള്ള പിന്നെ സെക്ഷൽ ഹറാസ്മെന്റുകളും സെക്ഷലി പോയതും ഒക്കെ പറയണം. അതെന്തിനാണ് ഫസ്മിന വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യം? ഫസ്മിനക്ക് വന്നു പറഞ്ഞൂടെ? പേടിയാവുന്നുണ്ടോ? അപ്പൊ തൊപ്പി വന്ന് പറയോ ഫസ്മിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുള്ള പേടി കൊണ്ടാണോ ഫസ്മിന ഇവനോട് പോയി പറയുന്നത്? ഫസ്മിനക്ക് എന്നെ വന്ന് പറയാലോ, ഇതാ ഞാൻ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് തൊപ്പി ഡ്രഗ് യൂസ് ചെയ്തിരുന്നു, തൊപ്പി പിന്നെ ഫസ്മിനെയാണോ വേറെ ആരെങ്കിലും ആണോ സെക്ഷലി ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ലല്ലൂമ്പിന്റെ കേസ് വന്നപ്പോ പാർട്ട് കണക്കിന് വീഡിയോ ഇട്ടൊരു വ്യക്തിയാണ് ഫസ്മിന. ഫസ്മിന തൊപ്പിനെ പേടിക്കുന്നുണ്ടോ? ഉണ്ടോ ഫസ്മിന? പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി ധൈര്യമായിട്ട് പറയാം. തൊപ്പിക്കെതിരെ കുറെ തെളിവുകളുണ്ട്. അപ്പൊ ഫസ്മിനൊക്കെ വന്നിരുന്ന് പറയാം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടിക്ക് ഇവരുടെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന പെൺകുട്ടികളെ പിന്നെ ഭയങ്കര മോശമായിട്ട് അത് കഴിഞ്ഞ് പറയുന്നു. അതിനൊന്ന് കളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ബ്രസ്റ്റിന്റെ സൈസ്, അതിന്റെ ബാക്കിന്റെ സൈസ്, അതിന്റെ പുറം, ഇതൊക്കെ സെക്ഷലൈസ് ചെയ്ത് ഇവർ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ കൂടെ ഇവരെ അന്തംകമ്പി ഫാൻസിനോടാണ് ഈ പറയുന്നേ. ടപ്പി എന്ന് പറഞ്ഞിട്ട് അവരപ്പുറം ഫോട്ടോ എടുക്കാൻ പോകുന്നില്ലേ കുറെ എണ്ണം, കുറെ പെമ്പിളറ്. നിന്നെല്ലാം നീ ഫോട്ടോ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ തൊപ്പിച്ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ കൊള്ളാം എല്ലാം കൊള്ളാം, ഒന്ന് കളിക്കാനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അടിച്ച അണ്ണാക്കി കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ അടിച്ച ആട ഇടായിരുന്നു എന്നൊക്കെ. സൂപ്പർ അല്ലേ? റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ നമ്മൾ നോക്കും. ഞാനടക്കം ഒപ്പരുള്ള പിള്ളേരോട് പറയും, നല്ല രസമുണ്ട്, നോക്കിക്കോ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. സ്വാഭാവികമാണത്. അങ്ങനെയല്ലാണ്ട് വൈകെ പോകുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് കളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, വേറെ എന്തൊക്കെയോ വേർഡാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നില്ല,
അത് ഇത് ചക്ക മാങ്ങ തേങ്ങ അല്ലെങ്കിൽ ഗ്രൂപ്പിലിടുക ഇന്ന ഭാഗത്ത് ഇന്ന ഉണ്ട്, ആ ഭാഗത്ത് ഇങ്ങനെയുള്ളവരുണ്ട് എന്നൊക്കെ. എന്റെ പൊന്നു നിഹാദ്, എന്നാടാ നിഹാദ് എന്ന നന്മമരം വീഴുന്നു. നിഹാദേ, എടാ മര്യാദ ഉണ്ടോ നിനക്ക്? നീ ഡ്രഗ് യൂസ് ചെയ്യുന്നു, അത് നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, നീ അറസ്റ്റ് ചെയ്യപ്പെടണം, അതൊക്കെ. ഇതെല്ലാം എന്തെന്ന് നീ വലിയ വന്നിരുന്നിട്ട് നിന്റെ ഫാൻസിനോട് കഴിഞ്ഞ ദിവസം വന്നിരുന്ന് വലിയ നൊട്ടുന്നുണ്ടായല്ല നൊട്ട. എന്നിട്ടോ നിന്റെ അപ്പുറം ഫോട്ടോ എടുക്കാൻ വരുന്ന പെൺകുട്ടികളെ കാമക്കണ്ണുകൊണ്ട് കാണലാണ് നിന്റെ പണി. നീ വൈക്കെ കൂടെ പോകുമ്പോ കാണുന്ന സ്ത്രീകളെ ഒക്കെ നിനക്ക് ആ കണ്ണുകൊണ്ട് കാണണം, കളിക്കണം നിനക്ക്, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് മെയിൻ വിഷയം വരുന്നത്. ഹനാൻ ഷാ ഇത് എന്റെ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഹനാൻ ഷാനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലീഗൽ സൈഡിൽ ഒരുപാട് പേരെ അറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ പ്രൂഫ് മതി തൊപ്പിക്കെതിരെ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കൂടെയില്ല നിങ്ങളുടെ സുഹൃത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞത് നിങ്ങളെ പെങ്ങളാണ്. ഹനാൻ ഷാനോടാണ് പറയുന്നത്, നിന്റെ പെങ്ങളാണ്, നിന്റെ പെങ്ങളെയാണ് പറയുന്നത്. കേട്ടതായിരിക്കും, ഞാനതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു നിങ്ങളുടെ നിങ്ങളുടെ വ്ളോഗിന്റെ ഭാഗത്തിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ വരുന്ന സമയത്ത് ഏതൊരു ഫുഡിന്റെ ഐറ്റം ഇതൊന്ന് ചൂടാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നിഹാദ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഹനാൻ ഷാ കാണുകയാണെങ്കിൽ യു ഷുഡ് ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് നിഹാദ്. നിങ്ങൾ ഒരുപാട് സ്റ്റേജ് ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എടാ നീ വേറൊരു റെസ്പെക്ട് കൊടുത്തിട്ടില്ലെങ്കിലും ആ റെസ്പെക്ട് ഞാൻ കൊടുക്ക്. അതല്ല പോലും ഹനാൻ ഷാ ആരുമല്ല പോലും ഒരു വ്ളോഗ് കണ്ടിട്ട് ആ വ്ളോഗിലുള്ള പെൺകുട്ടികളെ വരെ വെച്ച് നീ വാണം വിടണമെങ്കിൽ നീ ഏത് ലെവലാണ്? നീ മാത്രമല്ല, നിന്റെ ഒപ്പരുള്ള നാറികളും. നിന്നെ മാത്രം പറയുന്നില്ല, ഇവര് മൊത്തത്തിൽ ഞാൻ പറയട്ടെ, മൊത്തത്തിൽ ഉടായിപ്പാണ് ഈറ്റിങ്ങളെ എല്ലാത്തിനും അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്. അവര് തന്നെ ഇട്ട് തരികയാണ് നിങ്ങൾക്ക്. പിന്നെ ഇവന്റെ ഏതോ ബ്ലാക്ക് ഫോർച്യൂണർ, അതാ ഞാൻ മുമ്പേ അറിഞ്ഞ വിഷയമാണ്. പിന്നെ ഇപ്പോഴും സ്റ്റേഷനിലാണ്, പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഡ്രഗിന്റെ ഇഷ്യൂ വന്നതുകൊണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ? ഇനിയും ഈ പറയുന്ന കേരള പോലീസും ഓപ്പറേഷൻ തൂഫാനും എല്ലാം മിണ്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, പണമുണ്ടെങ്കിൽ, കുറച്ച് ഫെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കായി വന്നിരുന്ന് പറയാം, ഞാൻ കഞ്ചാവ് അടിക്കലുണ്ട്, ഞാൻ മെത്ത് ഉപയോഗിക്കാറുണ്ട്, ഞാൻ പെണ്ണ് പിടിക്കാറുണ്ട്, ഞാൻ മൈനറായിട്ടുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കാറുണ്ട്, ഈ നിയമം നോക്കി നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ പറയും. നിങ്ങൾ ഇന്ന് തന്നെ കേരള പോലീസ് ഇവരെ മൊത്തം അറസ്റ്റ് ചെയ്തിട്ട്, കാരണം തെളിവുകൾ അടക്കം ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവരെ ഫോൺ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ പോയിട്ടുള്ള സ്ഥലങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. എവിടെ നിന്നാണ് ഇവർക്ക് സാധനം കിട്ടുന്നത്? ഈ ഡ്രഗ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓപ്പറേഷൻ തൂഫാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്? ഞാൻ പറയട്ടെ, ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇന്നും കൂടെ കേരള പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ കയ്യിൽ പണമുണ്ടെങ്കിൽ, പദവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം. നിയമത്തിന് ഒരു ചുക്കും ചുണ്ണാമ്പും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് കേരള പോലീസ് എത്രയും പെട്ടെന്ന് ഈ കീടങ്ങളെ തുടച്ചു നീക്കണം. ഈ വകുപ്പുകളിലൊക്കെ എത്രയൊക്കെ കാലം ജയിലിൽ കിടക്കാൻ പറ്റും കിടക്കട്ടെ, പൈസ ഇല്ലാതെ നിൽക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. കാരണം ഈ ജീവിച്ച അങ്ങനെ ലൈഫ് സ്റ്റൈൽ, ഞാൻ തന്നെ കാട്ടിലെ രാജാവ് എന്ന് വിചാരിച്ച് ജീവിച്ച ആൾക്ക് അതിന്റെ കുറെ അനുയായികളും മന്ത്രിയും ഭടനും ഇവരെല്ലാരും ഉള്ളിൽ കിടക്കട്ടെ, എല്ലാവരും കിടക്കട്ടെ പോയിട്ടുള്ളില്. അപ്പൊ മനസ്സിലാവും. ഒരു വക്കീൽ പിന്നെ പൈസ കൊടുത്ത് ഇറക്കാൻ കുറെ വക്കീലുണ്ടാവും. എനിക്കൊന്നും മൈനറായിട്ടുള്ള പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചതിനൊന്നും അത്ര പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു അറിവ്. ഈ ഡ്രഗിന്റെ ഇഷ്യൂ എനിക്ക് അത്ര അങ്ങനെ അറിയില്ല, അതറിയുന്നവർ പറയാ. എന്ത് തന്നെ ആയാലും ഈ 2 ടീമിനും അറസ്റ്റ് ചെയ്യണം എന്നാണ്. എന്തെല്ലാം കാട്ടിക്കൂട്ടലാണ് അപ്പൊ ഇവര് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അല്ലേ? ഇവന്റെ ലൈവും കണ്ടിട്ട് തൊപ്പി എന്ന് പറഞ്ഞിട്ട് പോയ ടീംസ് എല്ലാരും മൂഞ്ചി അല്ലെ? എത്ര കുഞ്ഞു കുട്ടികൾ തന്നെ ആരാധിക്കുന്നുണ്ടായിരുന്നു അറിയോ നിഹാദ് എനിക്ക്? നീ എന്ത് മെസ്സേജ് ആണ് നിന്റെ ലൈഫ് കൊണ്ട് അവർക്ക് കൊടുക്കുന്നത്?
ഈ കുഞ്ഞു മക്കൾക്ക്. എത്ര പെൺകുട്ടികൾ തന്നെ ആരാധിക്കുന്നുണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്ന പെൺകുട്ടികളെ, വൈക്കേ കൂടെ പോന്ന പെൺകുട്ടികളെ. അയ്യോ, ചത്തൂടെടാ നിനക്കെല്ലാം. ചത്തൂടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സീരിയസ്ലി, വായി നോക്കാത്ത ആൺകുട്ടികൾ ഉണ്ടാവില്ല, പെൺകുട്ടികൾ ഉണ്ടാവില്ല, കമന്റ് പറയാത്ത ആൾക്കാരുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊന്നും സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്യുന്ന നിങ്ങൾ അത് കണ്ടാൽ മനസ്സിലാവും. ഈ പറയുന്ന ലൈവ് കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാവും എന്തൊക്കെയാണ് ഇവർ ഈ കൂട്ടം ചേർന്ന് ഇരുന്നിട്ട് സ്ത്രീകളെ പറയുന്നത്. എടാ നീയല്ലടാ പറഞ്ഞ, നീ മമ്മൂന്റെ മുഖത്ത് ചവിട്ടിയത് സ്ത്രീകളെ ബഹുമാനിക്കാത്തോണ്ടാണെന്ന് നാറി. അപ്പൊ നീ എത്ര വലിയ ചെറ്റയാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടാ? മലന്ന് കിടന്നിട്ട് തുപ്പ് നിന്നിട്ട് മുകളിലേക്ക്. ഞാനടക്കം നിന്റെ ലൈവ് കണ്ട് ചിരിച്ച സമയമുണ്ട്. സീരിയസ് ആയിട്ട് പറയാം, നിന്റെ ലൈവുകൾ ഇഷ്ടപ്പെട്ടൊരു സമയമുണ്ട് എനക്കെല്ലാം. ഇപ്പൊ അതിൽ ഖേദിക്കുന്നു കൂട്ടാ. എന്തായാലും ഇന്ന് തന്നെ കേരള പോലീസിന്റെ അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മാസ് BGM ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. നിഹാദ് ഇപ്പൊ മുങ്ങും, പേടിക്കണ്ട. ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് എന്തായാലും നിഹാദ് മുങ്ങാതിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം അവന്റെ റൂമിൽ നിന്നുള്ളതാണല്ലോ ഈ ഇതൊക്കെ കിട്ടിയത്. എവിടുന്ന് കിട്ടിയതായാലും ഇനി നിഹാദ് ഇല്ലാത്ത സമയത്ത് ഈ നാറികൾ അത് അവിടെ കൊണ്ടുവച്ചതാണെങ്കിൽ പോലും ആ വീട്ടിലേക്ക് ഡ്രഗ് എങ്ങനെ എത്തി? എല്ലാ എണ്ണം കിടക്കുക കേട്ടോ കുറച്ചു കാലം പോയിട്ട്. ബൈ.